വാർത്തയിലേക്ക്. മലമ്പുഴ ഡാമിന് സമീപം മാലിന്യം തള്ളുന്ന കേന്ദ്രം സമരവുമായി സമരസമിതി. മറുപടിയില്ലാതെ ഒഴിഞ്ഞുമാറി ജലസേചന വകുപ്പ്. മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഇമേജിന് സമീപമാണ് 33 ഏക്കർ സ്ഥലത്ത് മാലിന്യം കുഴിച്ചിടുന്ന കേന്ദ്രം ആരംഭിക്കുന്നത്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് കേന്ദ്രം ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ എത്തിച്ച് കുഴിച്ചുമൂടുക. മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ കേന്ദ്രം കുടിവെള്ള സ്രോതസ്സിന് ഭീഷണിയാകുമെന്നാണ് പരാതി. നിലവിൽ സംസ്ഥാനത്തെ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളുന്ന ഇമേജ് എന്ന സ്ഥാപനം ഇവിടെ അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെതിരെയും പ്രതിഷേധം രൂക്ഷമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈയെടുത്താണ് കേന്ദ്രം നിർമ്മിക്കുന്നത്. സംസ്ഥാനത്ത് മറ്റൊരിടത്തുമില്ലാത്ത രീതിയിൽ മലമ്പുഴ അണക്കെട്ടിന് സമീപം ഇത്തരം ഒരു മാലിന്യം കുഴിച്ചിടൽ കേന്ദ്രം ആരംഭിക്കുന്നത് ജില്ലയിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് സമരസമിതി നേതാവ് ബോബൻ മാട്ടുമന്ത ആരോപിച്ചു. സമരസമിതിയുടെ 15ഓളം പ്രവർത്തകർ മലമ്പുഴ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയവരെല്ലാം ഓഫീസിലുണ്ടായിരുന്നിട്ടും വിഷയത്തിൽ മറുപടി പറയാൻ തയ്യാറായില്ലെന്നാണ് പരാതി. ഈ പദ്ധതിയുടെ വിവരാവകാശം കൊടുത്ത് മാസങ്ങളായി, അതിന് കൃത്യമായ ഒരു മറുപടി അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. അത് പൈസ അടയ്ക്കാൻ പറഞ്ഞാൽ അത് അടച്ചിട്ടും ഇപ്പോഴും അതിന് മറുപടി തരുന്നതിൽ വിമുഖത കാണിക്കുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തരാതെ അതിൻ്റെ സീനിയറായ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ പരാതി പറയാൻ വന്നപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് പോലും അന്വേഷിക്കാൻ സന്മനസ് കാണിക്കാതെ വന്ന ആളുകളെ അവഹേളിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതൊരിക്കലും ആശാസ്യമല്ല. ഒരു ജനകീയമായ ഒരു ഗവൺമെൻറ്, അതുപോലെ തന്നെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഈ വിഷയം, വളരെ ഈ കുടിവെള്ളം പോലും മലിനമാക്കുന്ന ഈ ഇത്തരത്തിലുള്ള പദ്ധതി ഇവിടെ വരുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ വളരെ നിസ്സംഗതയോടുകൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത്. ഒരിക്കലും അത് ആശാസ്യമല്ല. ഒരു ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഈ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി ഈ കാലഘട്ടത്തിൽ വിവരാവകാശവും നിയമവും ഒക്കെ ഉള്ള കാലഘട്ടത്തിലും ഞങ്ങൾക്കിത് ബാധകമല്ല എന്നുള്ള രീതിയാണ് ഇറിഗേഷൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിക്കുന്നത്. ആ ഒരു കാര്യം ഇനി ഒരിക്കലും ഞങ്ങളത് അംഗീകരിക്കില്ല. എന്ത് വില കൊടുത്തും ഇത് തടയാനുള്ള ശ്രമകരമായ പ്രവർത്തനമായി ഇതിൻ്റെ സമിതി മുന്നോട്ട് പോകും. സമരത്തിന് ജി ശിവരാജൻ, ബോബൻ മാട്ടുമന്ത, ഉദയകുമാർ പാലാഴി, കെ കരുണാകരൻ, നടരാജൻ കുന്നുംപുറം, വി ഷൺമുഖാനന്ദൻ, കെ ഇന്ദിരപ്രസാദ്, ടി എം രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.